ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ കാണിച്ചൊരു സംഭവമാണ്, അനിമോളുടെ കൊട കാണാതെ പോയി. അനിമോൾക്ക് ടാസ്കിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് കൊടുത്തിരുന്ന ഒരു കൊടയാണ്. ആ ഒരു കിലുക്കത്തിലെ രേവതിയുടെ കഥാപാത്രം ഉപയോഗിക്കുന്ന അതേപോലത്തെ ഒരു കൊട ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആരോ എടുത്തുകൊണ്ട് പോയി എന്ന് അനിമോള് ക്യാമറയിൽ പറയുന്നു. അത് ബിഗ് ബോസ് തന്നെ സംസാരിച്ചൊന്ന് തിരിച്ചെടുത്ത് തരണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ അക്ബറും ആര്യനും കൂടി അവിടെ ഇരുന്നിട്ട് ഞങ്ങളല്ല എടുത്തത്, ഞങ്ങൾ എടുത്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അനിമോള് ഓർത്തോണ്ടിരിക്കുന്ന നെവിൻ അല്ലെങ്കിൽ അക്ബർ, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളാണ് ഈ ഒരു കൊട എടുത്തത് എന്നുള്ളൊരു സംഭവമാണ്. ഇതെന്നിട്ട് തിരിച്ചു കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, എപ്പിസോഡിന്റെ അവസാനം കാണിക്കുന്നുണ്ട്. ആക്ടിവിറ്റി ഏരിയയുടെ ആ ഒരു സൈഡ് ഏരിയയിലായിട്ട് അത് ഇരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അനിമോള് തന്നെ അവിടെ മിസ്പ്ലേസ് ചെയ്ത് വെച്ചതോ മറ്റോ ആയിരിക്കാം. അപ്പൊ ഇതിന്റെ ഈ ഒരു ചെറിയ രീതിയിലുള്ള ഒരു തർക്കം നടക്കുന്നതിന് ഇടയ്ക്ക്, അക്ബറും ഒക്കെ ആയിട്ടൊരു തർക്കം നടക്കുന്നതിന് ഇടയ്ക്ക് അക്ബർ ഒളിപ്പിച്ച് വെച്ചിരുന്നിട്ട് നാരങ്ങ അനിമോൾ എടുത്തിട്ട് ലിവിങ് റൂം ഏരിയയിലോട്ട് നടക്കുന്നു. അത് എന്റെ നാരങ്ങയാണെന്ന് പറഞ്ഞ് അക്ബർ റേസായിട്ട് പുറകെ പോകുന്നു. എന്നിട്ട് അനിമോളുടെ കൈ കയറി പിടിക്കുന്നു, നാരങ്ങ പിടിച്ചു വാങ്ങാനായിട്ട് ശ്രമിക്കുന്നു. അനിമോൾ അത് നൂറയുടെ കയ്യിൽ എറിഞ്ഞു കൊടുത്തിട്ട് അങ്ങ് പോകുന്നുണ്ട്. ഒന്ന് രണ്ട് തവണ കൈ കയറി പിടിച്ചപ്പോൾ അനിമോള് പറയുന്നുണ്ട്, കൈ കയറി പിടിക്കരുത്, എന്റെ കൈ കയറി പിടിക്കരുത് എന്ന് പറയുന്നുണ്ട്. അക്ബർ എന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് വിടുന്നുണ്ട്. എന്നിട്ട് നാരങ്ങ എന്നിട്ട് കൊടുക്കുന്നുണ്ട്, അക്ബറിന് നാരങ്ങ കിട്ടുന്നുണ്ട്. ഇതാണ് ലൈവിൽ ഇപ്പൊ കാണിച്ച ആ ഒരു സംഭവം. ഇത് കഴിഞ്ഞിട്ട് എപ്പിസോഡിൽ വേറൊരു സംഭവം കാണിക്കുന്നുണ്ട്. ആര്യൻ അക്ബറിന്റെ അടുത്തിരുന്ന് പറയുന്നുണ്ട്, നീ നിന്റെ അഗ്രഷൻ നിർത്തണം, ഇങ്ങനെ കയ്യിലൊന്നും കയറി പിടിക്കരുത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇത് പെട്ടെന്ന് ഉള്ള ഒരു പ്രൊവോക്കേഷനെ പുറത്ത് ചെറിയൊരു കാര്യത്തിന് പോലും അക്ബർ ഇത്രയും ട്രിഗർ ആയത്, അത് വല്ലാത്ത ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കൈ കീറി പിടിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇത്രയൊക്കെയാണ് ഒരു സ്ത്രീയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അപ്പോൾ കൈ കീറി പിടിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. ഒരു മര്യാദ, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം സംസാരിക്കാൻ. അനു അത് താ എന്നുള്ള രീതി വേണം പറയാനായിട്ട്. അത് കുറെ തവണ പറഞ്ഞു അനിമോളുടെ അടുത്ത്, പക്ഷെ അനിമോൾ തിരിച്ചു കൊടുക്കുന്നില്ല. എങ്ങനെ പോയാലും നമ്മൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം നിൽക്കാനായിട്ട്. ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരാളാണ്, നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം നിൽക്കാനായിട്ട്. അക്ബർ അത് ചെയ്യുന്നതായിട്ട് കണ്ടില്ല. അക്ബർ നേരെ പോയി കൈ കയറി പിടിച്ച് താ എന്നുള്ള രീതിയിലാണ്, ആ ഒരു അഗ്രഷനാണ് അക്ബറിനെ അവിടെ കണ്ടത്. അപ്പോൾ ഇതാണ് സംഭവം. ആര്യനും ഇതിനെപ്പറ്റി അക്ബറിന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതായിരുന്നു ലൈവിലും പിന്നെ എപ്പിസോഡിലും കാണിച്ച ആ ഒരു സംഭവം. പിന്നെ കുറെ എന്തൊക്കെയോ കിച്ചൺ ഫൈറ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. കിച്ചൺ ടീമില് പാത്രം തുറന്നു വെച്ചെന്നോ അനീഷ് പാത്രം കഴുകിയെന്നോ എന്തൊക്കെയോ ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു എപ്പിസോഡിനകത്തും പിന്നെ ലൈവിനകത്തും ഒക്കെ. അതൊന്നും ഞാൻ ഇടാൻ വേണ്ടി മെനക്കിടുന്നില്ല. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.